കൊട്ടിയൂർ തീർത്ഥാടകർക്കായി സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തൊക്കിലങ്ങാടിയിൽ ആരംഭിച്ച അന്നദാനത്തിൽ പങ്കുചേരുവാനെത്തുന്നത് നിരവധി പേർ. അന്നദാനം ഈ മാസം 30 വരെ തുടരും. നൂറുകണക്കിന് തീർത്ഥാടകരാണ് ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുവാൻ എത്തിച്ചേരുന്നത്. 8-ന് ആരംഭിച്ച അന്നദാനം 30 വരെ തുടരും. രാവിലെ 7 മണി മുതൽ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കും രാത്രിയിലും ചോറും കറികളും പായസവും ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് തീർത്ഥാടകർക്കായി നൽകുന്നത്. നിരവധി പേരാണ് ഭക്ഷണകേന്ദ്രത്തിൽ എത്തുന്നതെന്നും കാലത്ത് ആരംഭിക്കുന്ന അന്നദാനം രാത്രി 12 മണിവരെ നീണ്ടു നിൽക്കാറുണ്ടെന്നും സേവാഭാരതി ഭാരവാഹികൾ പറഞ്ഞു. ഭക്ഷണം ഒരുക്കാനും വിളമ്പാനും വനിതാ വളണ്ടിയർമാർ ഉൾപ്പെടെ സജീവമാണ്. സേവാഭാരതി കൂത്തുപറമ്പ് യൂണിറ്റ് പ്രസിഡന്റ് ഗംഗാധരൻ, കൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ടി ഷജിത്, ട്രഷറർ കെ സനീഷ്, വൈസ് പ്രസിഡന്റ് എ കെ ബിജുള തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ നമ്മൾ ഒരു 6:30 മണിക്ക് ഉപ്പുമാവും കാപ്പിയും ഇവിടുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 9:30-10 മണി വരെ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഊണ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് രാത്രി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. സാധാരണ തിരിച്ചു വരുന്ന ഭക്തന്മാർക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ രാത്രി ഭക്ഷണം കരുതുന്നത്. അത് നല്ല രീതിയിൽ ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.